ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു സജഷനുണ്ട്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള നിലയിൽ നമ്മുടെ ഈ കുട്ടികളുടെ വിഷയത്തിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റി ഉള്ളത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിഗണന നമ്മുടെ സർക്കാരിന് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണമെന്ന് ഞങ്ങൾ മലനാട് ജീവി അങ്ങയുടെ പേരിൽ ഒരു അഭ്യർത്ഥനയായിട്ട് കരുതുകയാണ്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഒരു സബ്മിഷനായിട്ട് ഇവരുടെ മുടങ്ങി നിൽക്കുന്ന ആ പെൻഷൻ ഉണ്ടല്ലോ, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഒരു ആനുകൂല്യമുണ്ട്, ആശ്വാസ കിരൺ എന്ന് പറഞ്ഞാൽ ആ ഒരു അത് ഒന്ന് റെഗുലറാക്കാനും ആ തുക ഒന്ന് വർദ്ധിപ്പിക്കുന്നതിനും, അത് മാത്രമല്ല ഇവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആ ഒരു ചെറിയ ഒരു ഇനിഷ്യേറ്റീവ് ഇന്ന് കേരളത്തിൽ വളരെ വലിയൊരു തീജ്വാലയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മെമ്പർ ഓഫ് അസംബ്ലി എന്നുള്ള നിലയിൽ അങ്ങയുടെ ശബ്ദത്തിലൂടെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കി തള്ളത് ഞങ്ങളൊരു അപേക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2-3 ദിവസമായി നമ്മൾ കഴിഞ്ഞ 23-ാം തീയതി മുതൽ നമ്മൾ ഏഞ്ചൽസ് വില്ലേജിൽ ഒത്തുചേരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലുള്ള കുട്ടികൾ, രക്ഷകർത്താക്കൾ, നമ്മുടെ പൊതുസമൂഹം, ഞാൻ ഈ പ്രോഗ്രാം ഏതാണ്ട് മുഴുവൻ ഇവിടെ കയറി നടന്ന് കാണാനിടയായി. ഒരുപക്ഷെ ഇതുവരെ നമ്മുടെ മുൻപിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ധാരണയില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ കൂടുതൽ അത് യഥാർത്ഥത്തിൽ റോയ്യത്തിൻ്റെ വലിയൊരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമാണ്. കാരണം ഭിന്നശേഷി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഭിന്നശേഷിയുടെ പിന്നിൽ എങ്ങനെയാണത് രൂപപ്പെട്ടത്, എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങൾ, അങ്ങനെ രൂപപ്പെടുമ്പോൾ എങ്ങനെയാണ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്, എങ്ങനെയാണ് സമൂഹത്തിന് അവർക്ക് കൂടെ നിർത്താൻ കഴിയുന്നത് എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തെ അറിയിക്കാൻ, ഒരുപക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടെങ്കിലും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു. അതുകൊണ്ട് തന്നെ ഈ മേഖല അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായി തന്നെ പരസ്പരം പങ്കുവെക്കാൻ ജനപ്രതിനിധികൾക്കാണെങ്കിലും മാധ്യമങ്ങൾക്കാണെങ്കിലും പബ്ലിക്കിനാണെങ്കിലും പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ചില പ്രശ്നങ്ങൾ ഉയർന്നു, സ്വാഭാവികമായി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആശ്വാസ കിരൺ പോലുള്ള പദ്ധതികൾ നമുക്കറിയാം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളോടൊപ്പമുള്ള ബൈസ്റ്റാൻഡേഴ്സ്, അവർക്ക് വേണ്ടിയുള്ള വലിയൊരു സഹായ സംവിധാനമാണത്. നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിഗണനകൾ തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. പക്ഷേ ഈ പരിഗണന പൂർണ്ണമല്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മേഖലയിൽ ആകെയുള്ളത് ഗവൺമെൻറ് തലത്തിൽ ഒറ്റ സ്കൂൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്കൂളുകളും ഇതുപോലുള്ള സഭയുടെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയോ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാലയങ്ങൾ നമുക്ക് ഇതുപോലെ നടത്തിയെടുക്കാൻ ഒരു പ്രത്യേക സംവിധാനത്തിൽ നടക്കുകയില്ല. അപ്പോൾ പരമാവധി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ 17 വർഷക്കാലമായി നിയമസഭയിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമിതിയിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട റോയ്യത്തിനോടൊപ്പം ഞാൻ ഒരുപാട് ഈ വിഷയങ്ങളിൽ പലപ്പോഴും ഇടപെടുകയും സ്പെഷ്യൽ സ്കൂളുകളുടെ വിഷയത്തിൽ ഒരു വ്യക്തമായ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പോലെ തടസ്സങ്ങളുണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ ഇടപെടാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കാര്യത്തെക്കുറിച്ചൊരു ധാരണ മനസ്സിലുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതും കൂടുതൽ സഹായം നൽകേണ്ടതുമായ പല മേഖലകളുമുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഈ കാര്യത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഇടപെടാനും ഈ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും. ഏതായാലും ആ ഒരു നിർദ്ദേശത്തിന് പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് സർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ തീർച്ചയായും അങ്ങനെ വിശ്വാസം അർപ്പിക്കുന്നു.